ശ്രീതുവിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യമാണ് കേസ്. ജയിലിലെ ഇരുട്ടിനും ജയിലിന്റെ പുറത്തെ കത്തുന്ന വെയിൽ പ്രകാശത്തിനും ഇടയ്ക്ക് കൈകൊണ്ട് മുറുക്കി പിടിച്ചു നിൽക്കുന്ന ജയിലിന്റെ അഴികൾ മാത്രം. ശ്രീതു ജയിലിൽ ചുരുക്കം ചിലരോട് മാത്രം സംസാരിച്ചു. ആരെങ്കിലും തന്നെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ വരുമെന്ന പ്രതീക്ഷയും ശ്രീതുവിനില്ല. ഒരു തമിഴ് സ്ത്രീയുമായി ഇടയ്ക്ക് ചില സംഭാഷണങ്ങൾ ശ്രീതു നടത്തിയിട്ടുണ്ട്. പാലക്കാട് തമിഴ്നാട് ബോർഡറിലാണ് ആ സ്ത്രീയും ഭർത്താവും ഉള്ളത്. അവർ മാറി മാറി ജയിലിൽ വന്നു പോകുന്നവരാണ്. തങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതാണ് എന്നാണ് ശ്രീതുവിനോട് ആ സ്ത്രീ പറയുന്നത്. അവരുടെ കേസുകൾ മയക്കുമരുന്ന്, സെക്സ് റാക്കറ്റ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമുള്ള മോഷണങ്ങൾ ഒക്കെയാണ്. ശ്രീതുവിന്റെ കഥകൾ അതൊക്കെ മേലെയാണ്. സമാനതകൾ ഇല്ലാത്തതും പലതും തെളിയിക്കാൻ പറ്റാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നതും. 2.5 വയസ്സായ മകളെ പുലർച്ചെ കട്ടിലിൽ കിടത്തി ശ്രീതു വന്ന് ടോയ്ലറ്റിൽ പോയതാണ്. തിരിച്ചു വരുമ്പോൾ കട്ടിലിൽ മകളില്ല. ശ്രീതു ബെഡ്റൂമിലും ഹാളിലും സഹോദരൻ ഹരികുമാറിന്റെ മുറിയിലും പോയി നോക്കി. കുഞ്ഞിനെ എങ്ങും കാണുന്നില്ല. ശ്രീതുവിന്റെ അമ്മ അടുക്കളയിൽ ഉറങ്ങുന്നു. സഹോദരൻ ഹരികുമാർ ബെഡ്റൂമിൽ എണീറ്റിരിക്കുകയാണ്. ശ്രീതുവിനെ കണ്ടതും ഹരികുമാർ എന്തെങ്കിലും കയ്യാങ്ങ്യം കാണിച്ചിരിക്കുമോ? ഹരികുമാർ തീപ്പെട്ടിയെടുത്ത് ചെറിയ പേപ്പർ കഷ്ണങ്ങളെ കട്ടിലിൽ കാലിനോട് ചേർത്തിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പുക മുറിയിലുണ്ട്. ശ്രീതു അമ്മയെ വിളിച്ചു. കൊച്ചിനെ എങ്ങും കാണുന്നില്ല. ഞാൻ എല്ലായിടവും നോക്കി. വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നു, വീടിന്റെ വാതിലും. ബഹളം കേട്ട് ശ്രീതുവിന്റെ ഭർത്താവും ഞെട്ടി ഉണർന്നു. കൊച്ചെവിടെ? ഞാൻ കണ്ടില്ലെന്ന് ശ്രീജിത്ത്. അയാൾ ഇന്നലെ അവിടേക്ക് വന്നതേ ഉള്ളൂ. ശ്രീജിത്തുമായി അകന്നു കഴിയുകയാണ് ശ്രീതു. ശ്രീതുവിന്റെ രീതികളോട് പൊരുത്തപ്പെടാൻ ഭർത്താവിന് കഴിയുന്നില്ല. തിരിച്ച് ശ്രീതുവിനും ശ്രീജിത്തിനോട് അങ്ങനെ തന്നെ. ശ്രീജിത്ത് ഇന്നലെ ആ മുറിയിൽ ഉണ്ടായിരുന്നു. ശ്രീതുവിനോടൊപ്പം കട്ടിലിലാണ് ശ്രീതുവും കുഞ്ഞും കിടന്നത്. താഴെ തറയിൽ പാവിരിച്ച് ഭർത്താവ് ശ്രീജിത്തും ഉറങ്ങാൻ കിടന്നു. നാളെ പുലർന്നാൽ ശ്രീതുവിന്റെ അച്ഛൻ മരിച്ചതിന്റെ 16-ാം അടിയന്തരമാണ്. അടുത്ത ഏതാനും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരും. ശ്രീജിത്തും വന്നത് ചടങ്ങിൽ പങ്കെടുക്കാനാണ്. അന്ന് പുലർച്ചെ കൊച്ചിനെ നഷ്ടപ്പെട്ടെന്നുള്ള വാർത്ത നാട്ടിൽ പാട്ടായി. സ്ഥലത്തെ പ്രമുഖരും പോലീസും ആൾക്കൂട്ടവും ഒക്കെ കുട്ടി കിടന്നുറങ്ങിയത് അച്ഛനോടൊപ്പം എന്ന് ശ്രീതു പോലീസിനോട് പറഞ്ഞു. മാധ്യമപ്രവർത്തകർ മൂത്ത കുട്ടിയോട് ചോദിച്ചപ്പോ അനുജത്തി അമ്മയോടൊപ്പമായിരുന്നു എന്ന് കുട്ടി. അതുമുതൽ ശ്രീതു സംശയത്തിന്റെ നിഴലിലായി. കുഞ്ഞിനെ കാണാനില്ല. എങ്ങും കൂട്ട നിലവിളി. നിലവിളിക്കാൻ ശ്രീതുവും. ഹരികുമാർ വട്ടായതുപോലെ കറങ്ങി നടക്കുന്നു. പിന്നിലെ കിണറ്റിലെ ആൾമറയിൽ വിരിച്ചിരുന്ന നെറ്റ് മാറിക്കിടക്കുന്നു. പോലീസ് അവിടെയൊക്കെ നിരീക്ഷിക്കുകയാണ്. കൊച്ചിന്റെ അച്ഛൻ അറിയാതെ കൊച്ചെങ്ങും പോകാൻ വഴിയില്ല. അയാളെ പ്രതിയാക്കാൻ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് ശ്രീതുവിന് ഒരു പ്രത്യേക താല്പര്യമുള്ള പോലെ തോന്നും ശ്രീതുവിന്റെ സംസാരങ്ങൾ കേട്ടാൽ. കൊച്ചിനെ നാടോടികൾ എടുത്തു പോയതാവും എന്ന രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നാമ്പുറത്തെ ടോയ്ലറ്റിനോട് ചേർന്നുള്ള ഷെഡിൽ ഇരട്ട കുരുക്കിട്ട ഒരു കയർ, അതിന് താഴെ എടുത്തു വെച്ചിട്ടുള്ള ചെയർ. ബാലരാമപുരം CI, SHO, DYSP അവരൊക്കെ കിണറ്റിനടുത്തുണ്ട്. മാധ്യമപ്രവർത്തകരെല്ലാം സമീപത്തെ കെട്ടിടത്തിന്റെ മേലെ കയറി നിൽക്കുന്നു. എല്ലാവരും ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ കിണറ്റിലേക്കാണ്. സമയം 11 മണിയായി കാണും. വെയിൽ കൊണ്ട് തല കത്തുന്നു. ക്യാമറ തൂക്കി മൈക്കും പൊക്കി ലക്കും ലഗാനുമില്ലാതെ ഓടുന്ന റിപ്പോർട്ടർമാർ. വൻ ജനക്കൂട്ടം. കിണറിനകത്തേക്ക് ഇറങ്ങാൻ ഫയർഫോഴ്സും സംഘവും എത്തി. സംശയം തെറ്റിയില്ല, അതിനകത്തുണ്ടായിരുന്നു. സംഭവം നടന്നിട്ട് 8 മണിക്കൂറെങ്കിലും ആയി കാണും. ദേവേന്ദു ഇനിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി സംശയത്തിന്റെ നിഴലിൽ കുടുംബാംഗങ്ങൾ. ശ്രീജിത്ത്, ശ്രീതു, ശ്രീതുവിന്റെ അമ്മ, ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ. പോലീസ് ഒറ്റയ്ക്കും കൂട്ടായും ചോദ്യം ചെയ്യുന്നു. എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ. ഒടുവിൽ സമയം ഉച്ച കഴിഞ്ഞു. 3:15 ബാലരാമപുരം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ലൈവ് ചെയ്യുന്നു. ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത മൊബൈൽ, അതിൽ സഹോദരനും സഹോദരിയുമായിട്ടുള്ള ഉറക്കമിളഞ്ഞുള്ള ചാറ്റുകൾ. അവരുടെ അസാധാരണ ഇടപാടുകളിൽ കുട്ടി തടസ്സമായിരുന്നതാണ് കാരണമെന്ന് പോലീസിന്റെ ഒടുവിലത്തെ കണ്ടെത്തൽ. ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ ശ്രീതുവും ജയിലിലായി.
കാലം കുറെ കഴിഞ്ഞു. അന്വേഷണം എങ്ങും എത്തിയില്ല. ഇടയ്ക്ക് കോടതിയിൽ ഹരികുമാർ മൊഴിമാറ്റം നടത്തി. ശ്രീധുവിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു. 1 മാസം പിന്നിട്ടു. ഇത് 7-ാം മാസം. ബന്ധുക്കൾ ആരും ശ്രീധുവിനെ തേടി ജയിലിൽ വന്നില്ല. വന്നത് ആ തമിഴനും തമിഴത്തിയുമായിരുന്നു. ജയിലിൽ വെച്ച് പരിചയപ്പെട്ടവർ. ശ്രീധുവിനെ അന്നേ അവർ നോട്ടമിട്ടതായിരുന്നു. അവർ അവളെ ജാമ്യത്തിലിറക്കി മൂവരും നേരെ തമിഴ്നാട്ടിലേക്ക്. ഈയിടെ ദേവേന്ദുവിന്റെ മരണത്തിൽ ശ്രീധുവിനും നേരിട്ട് പങ്കുണ്ടെന്ന ധാരണയിൽ ബാലരാമപുരം പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി ശ്രീധു തമിഴ്നാട് പാലക്കാട് ബോർഡറിലെ ഒരു വീട്ടിൽ നിന്ന് അറസ്റ്റിലാകുന്നു. അന്ന് സഹോദരൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഇല്ലാതാക്കുമെന്ന് ശ്രീധുവിന് അറിയാമായിരുന്നു എന്ന ശക്തമായ സംശയം. ശ്രീധു നുണ പരിശോധനയ്ക്ക് തയ്യാറല്ല. കോടതിയിൽ അത് ശ്രീധു അറിയിച്ചതാണ്. കോടതി 3 തവണ ശ്രീധുവിനെ ഈ വിഷയത്തിൽ തന്നെ ചോദ്യം ചെയ്തതാണ്. ഒടുവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അന്വേഷണത്തിൽ ശ്രീധുവിന്റെ ക്രിമിനൽ ജീവിതത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതായി പോലീസ് ഇപ്പോൾ കണ്ടെത്തി. പാലക്കാട് എത്തിച്ച ശ്രീധുവിനെ മുതലാക്കാൻ തന്നെ ആ തമിഴനും ഭാര്യയും പദ്ധതിയിട്ടു എന്നാണ് സൂചനകൾ. അവരുടെ നിത്യതൊഴിലായ മോഷണം, സെക്സ് റാക്കറ്റ്, ലഹരി കാര്യങ്ങളിലൊക്കെ ശ്രീധുവിനെ അവർ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തും. ശ്രീധു എന്നത് എന്ത് നല്ല പേര് അല്ലെ! ഒരു കുഞ്ഞായി വളർന്നതും നല്ല സ്കൂളിൽ ശ്രീധുവിനെ പഠിപ്പിച്ചതും കോളേജിൽ വിട്ടതും 4 ആളറിയെ കെട്ടിച്ചതും ശ്രീധു ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതും ദേവസ്വം ബോർഡിൽ ജോലി എന്ന് പറഞ്ഞു പോയതും പിന്നെ ഡ്രൈവറെയും വെച്ച് കാറിന്റെ പിൻസീറ്റിൽ വലിയ ഉദ്യോഗസ്ഥയെ പോലെ ഇരുന്നതും ലക്ഷങ്ങൾ കയ്യിലിട്ട് അമ്മാനമാടിയതും അങ്ങനെ തിരിച്ചു കിട്ടാത്ത പഴയ ഓർമ്മകളിൽ ഉരുകി നീറുന്ന ശ്രീധുവിന്റെ അമ്മ ദുരന്തം നേർന്ന വീടിന്റെ പൊളിഞ്ഞു വീഴാറായ വാതിൽ പടിയിൽ കട്ടള ചാരി ഇരിക്കുന്ന കണ്ടു. DNA പരിശോധനയിൽ മകൾ തന്റേതല്ല എന്നറിഞ്ഞ ശ്രീജിത്തിനും തകരുന്ന മനസ്സിന്റെ താളങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റാതെ പെടാപ്പാടുപെടുന്നു. ശ്രീധുവിനെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ഈ കഥ തുടരും. ശ്രീധു തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തോട് നാം എടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തം കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിനപ്പുറം പിന്നെ കാര്യങ്ങൾ കൈവിട്ട നിലയിലാവും. ഇന്ന് ശ്രീധുവിന് പറ്റുന്നതുപോലെ ജയിലും കസ്റ്റഡിയും റിമാൻഡും ലോക്കപ്പുമായി മുന്നോട്ടു പോകുന്നു. ഉറ്റവരില്ല, ഉടയവരില്ല, ജീവിതം വച്ചു നീട്ടുന്നതൊക്കെയും കയ്പുനീർ മാത്രം. എങ്കിലും യാന്ത്രികമായ ചുവടുവയ്പിൽ ആരെയും ശ്രീധു നോക്കുന്നില്ല. ഒന്നിനോടും മറുപടി പറയുന്നില്ല. വരുത്തി വെച്ചതോ വന്നതോ എന്നറിയില്ല. പക്ഷേ ഈ ഗതി ആർക്കും വരരുതേ എന്നാണ് നമ്മുടെയും ആഗ്രഹം. സ്നേഹപൂർവ്വം, സാഫ്രോൺ.